ഹായ്, പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റിവ്യൂ ഒന്നുമല്ല. ഫിഫ വേൾഡ് കപ്പ് 2026 ഇന്നലെ നടന്ന അർജന്റീന ഈജിപ്റ്റ് മത്സരം. കീടിലെ മത്സരമൊക്കെ ആയിരുന്നു, പക്ഷേ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയുടെ എനിക്ക് തോന്നിയത്. ഞാൻ സാധാരണ ഇതിനകത്ത് ഫുട്ബോളിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇടുന്നത് ഫുട്ബോളിനെ പറ്റി. അപ്പം അർജന്റീന, ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ അർജന്റീന ഫാനാണ്. അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്ന മെസ്സിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ അർജന്റീന ടീമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നലെ ഒന്നും തുടങ്ങിയ പരിപാടിയല്ല. 2010 ആഫ്രിക്കയിൽ നടന്നത്, സ്റ്റാബിനാമിന ആഫ്രിക്ക നടന്ന വേൾഡ് കപ്പ്. അന്നാണ് മെസ്സി ആദ്യമായിട്ട് ടീമിൽ കണ്ടിന്യൂസ് ആയിട്ട്, അതിന് മുമ്പ് 2006 സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റലി എടുത്ത വേൾഡ് കപ്പ്, 2010 സ്പെയിൻ എടുത്ത വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു അർജന്റീന ആദ്യത്തെ മത്സരത്തിൽ തന്നെ പുറത്തായിട്ടുണ്ട്, ആദ്യത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ. ആ ടീം വെച്ച് 2014 ഫൈനലി ജർമ്മനിയുടെ കൂടെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 2018 സെമി ഫൈനലിൽ ഫ്രാൻസ് എടുത്ത വേൾഡ് കപ്പ്, 2022 അർജന്റീന. പിന്നെ ഈ വേൾഡ് കപ്പിലോട്ട് വരുമ്പം അർജന്റീന ടീം എന്നൊക്കെ പറയുമ്പം അർജന്റീന ടീമൊക്കെ നല്ലതാണ്. പക്ഷേ ഇന്നലെ നടന്നത് ഇപ്പം ഈ ഗ്രൂപ്പ് ഘട്ടം അല്ലാതെ നോക്കൗട്ട് 32 ഇപ്പം ക്വാർട്ടർ ഫൈനൽ, ഈ 2 മത്സരം, അപ്പോൾ കേപ്പ വർദ്ധയുടെ കൂടെ നടന്ന മത്സരവും ഇപ്പോൾ ഇന്നലെ നടന്ന അർജന്റീന ഈജിപ്റ്റ് മത്സരത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ കേപ്പ വർദ്ധയുടെ കിടിലൻ ടീമാണ്. ഞാൻ അംഗീകരിച്ച് കൊടുക്കുന്നത് കിടിലൻ ടീം. ആദ്യത്തെ മത്സരമാണ് കിടിലൻ ടീം. പക്ഷേ ഇന്നലെ നടന്ന അർജന്റീന ഈജിപ്റ്റ് മത്സരം, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഒറ്റവാക്കി പറയാം, അർജന്റീന തോറ്റ മത്സരമായിരുന്നു. ഞാൻ 78 മിനിറ്റ് വരെ കഴിഞ്ഞ് ഏകദേശം 12 മിനിറ്റ് കൂടെ ഉള്ളൂ കളി തീരാൻ. ഈജിപ്റ്റ് 2, അർജന്റീന 0 നിൽക്കുമായിരുന്നു ഏറെക്കുറെ. ഇപ്പം അറിയാമല്ലോ, ഇപ്പം സുൽത്താൻ രാജാവ് ഇവരെല്ലാം ഔട്ടായിട്ട് പോയിട്ടുണ്ട്. അതായത് നെയ്മർ, ബ്രസീൽ, പോർച്ചുഗലിൻ്റെ റൊണാൾഡോ, ഇവരെല്ലാം പുറത്തായി. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമെല്ലാം ഇപ്പോൾ നേരെ തിരിഞ്ഞു. ഇപ്പോൾ അർജന്റീന ഏത് ടീമിൻ്റെ കൂടെ കളിച്ചോ ആ എതിർ ടീം ജയിക്കണം, അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഇന്നലെ ഈജിപ്റ്റ് അർജന്റീന മത്സരം നടന്നുകൊണ്ടിരുന്നത്. കൂടുതലും പേര് ഈജിപ്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്തത്. ഞാൻ കളി 78 മിനിറ്റ് കഴിഞ്ഞിട്ട് കളി നിർത്തിയിട്ട് ഇറങ്ങി വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം ഞങ്ങൾ വലിയ സ്ക്രീനിലാണ് കണ്ടത്, പ്രൊജക്ടറൊക്കെ വെച്ച് വലിയ സ്ക്രീനിൽ. അതൊരു വൈബ് തന്നെ, ഒരു തിയേറ്ററിൽ സിനിമ കാണുന്നിട്ടുള്ള ഒരു വൈബ് തന്നെ. പക്ഷേ ഏറ്റവും കൂടുതൽ പേര് അർജന്റീന ഫാൻസും ഉണ്ട്. പക്ഷേ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗലും ഒക്കെ ഫാൻസ്, ജർമ്മനി ഫാൻസുകാരൊക്കെ ഉണ്ടല്ലോ, ഇവർ നേരെ സപ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്റ്റിനെ ആയിരിക്കും. അപ്പം ഏറെക്കുറെ അർജന്റീനയുടെ പരാജയം ഉറപ്പിച്ചു എന്ന് കരുതി എതിർ ഫാൻസുകാർ ബോക്സ് വെച്ച് പാട്ടൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു 78 മിനിറ്റ്. അതിനുശേഷം നടന്ന 3 ഗോൾ ഷൂ എന്നാണ് അടിച്ചത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈജിപ്റ്റിനെ ഞാൻ കുറ്റം പറഞ്ഞില്ല. ഈജിപ്റ്റ് കിടിലൻ കളിയായിരുന്നു. അവരുടെ രണ്ടാമത്തെ ഗോള്, ആദ്യത്തെ ഗോളായാലും അവർ അടിച്ച 2 ഗോളും കിടിലൻ ഗോളായിരുന്നു. പിന്നെ ഒരു ഗോള് അവർ ഫൗള് കാരണം ഉപേക്ഷിച്ചു. ആ ഗോള് ശ്രദ്ധിച്ചോ, ഇത് കിടിലൻ ഗോളായിരുന്നു. കാരണം അവർ ആ ബോൾ കൊണ്ടുപോയത് തന്നെ പറഞ്ഞിരുന്നതിന് മുമ്പുള്ള സ്പീഡിലാണ്. ആ ബോൾ കൊണ്ടുപോയി എന്ത് ഭംഗിയായിട്ടാണ് ബോൾ കൊണ്ടുപോയത്. എന്നിട്ട് ആ ഗോൾ പോസ്റ്റ് അടുത്ത് വെച്ചുള്ള പാസിന് അടിച്ച ഗോള്, കിടിലൻ ഗോള്. ഞാൻ കണ്ണുകളിൽ പോയി. അത്രയും നല്ലൊരു ഗോള് ഞാൻ അങ്ങനെ ഈ ഒരു വേൾഡ് കപ്പ് ഞാൻ കണ്ടിട്ടില്ല, ഇത്ര നല്ലൊരു ഗോള്. പക്ഷേ അർജന്റീനയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അർജന്റീന അറ്റാക്കിങ് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്നലത്തെ കളിയിലായാലും അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർ ബോൾ കൊണ്ടുപോകുമ്പം ഈജിപ്റ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈജിപ്റ്റ് ബോൾ കൊണ്ടുവന്ന് അടിക്കുന്നത് അവർക്ക് ഗോളായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അവർ നേരെ തിരിച്ച് അർജന്റീനയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അർജന്റീന മെസ്സി ബോക്സിൽ ബോൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് പാസിന് കിട്ടുന്നത് മൊത്തം അടിച്ച് കളയുന്ന പലയിടത്തോട്ട്. അത് ഗോളിയുടെ കയ്യിലായാലും അത് വളരെ മോശം ആയിട്ടുള്ള ഒരു ടീമാണ്. പിന്നെ അറ്റാക്കിങ്ങും വളരെ മോശമായിരുന്നു. അറ്റാക്കിംഗ് ഒക്കെ വളരെ മോശം, ബാക്ക് വളരെ മോശം. നിങ്ങൾ ബോൾ കണ്ടാൽ മനസ്സിലാവും, ബാക്ക് ഇല്ലാത്തതുകൊണ്ട് ഗോളിയായിരുന്നു പകുതി ഇറങ്ങി കളിച്ചത്. അപ്പം അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. മെസ്സിയെ നമ്മൾ കുറ്റം പറയുന്നില്ല. മെസ്സി ബോൾ എവിടെ കിടന്നാലും ബോൾ കൊണ്ടുവന്ന് ബോക്സിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരാണ് അവിടെ ഇത് കാണിക്കുന്നത്. ഇന്നലെ മെസ്സിയും ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ അടിച്ച ഗോൾ കൊള്ളാം, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു വേൾഡ് ചാമ്പ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു മാച്ച് ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇനി വരുന്നത് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൻ്റെ കൂടാണ്. അപ്പോൾ ഇതുവരെ കളിച്ചത് മാറ്റി നിർത്തിക്കോ. ഇനി നല്ല കളി കളിച്ചാൽ അവർ ഈ 78 മിനിറ്റ് കഴിഞ്ഞ കളി നല്ല രീതിയിലൊന്ന് കളിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയോ അവസരം, ഈ അർജന്റീനയ്ക്ക് തന്നെ ഇന്നലെ എത്രയോ അവസരം കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ. അപ്പോൾ ഒരു പെനാൽറ്റി, അത് കഴിഞ്ഞിട്ട് വന്നത് ഇതുപോലെ ക്രോസ് ഇട്ട് അവിടെ ആളില്ല. ക്രോസ് ഇട്ടപ്പോൾ അടിച്ചെങ്കിൽ അത് ഗോളായിരുന്നു, അവിടെ ആളില്ല. പിന്നെ ബോൾ കാലേ വെച്ചുകൊണ്ട് നിൽക്കുക, അത് തട്ടി കളിക്കുക. ബോൾ അങ്ങോട്ട് ബോളിന് മൂവ്മെൻറ്റ് ഇല്ല. ഒരു സർക്കിളിൽ കിടന്ന് ബോൾ കളിക്കുന്നതേ ഉള്ളൂ. അത് പറഞ്ഞേ, ഈജിപ്റ്റ് നല്ല രീതിയിൽ അവർ ഒരു വാള് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാളിൻ്റെ അപ്പുറത്തോട്ട് ബോൾ കൊണ്ടുപോയിട്ടില്ല അവർ. അപ്പോൾ അതാ പറഞ്ഞേ, അർജന്റീനയുടെ അറ്റാക്കിങ് മോശമായിരുന്നു.
ഇനി ഈ തെറ്റൊക്കെ തിരുത്തി ഇനി അടുത്ത കളിയിൽ അടുത്ത സ്വിറ്റ്സർലാൻഡിൻ്റെ കൂടെ ക്വാർട്ടർ ഫൈനലിൽ കയറിയിട്ടുണ്ട്. ഇനി വരുന്നതെല്ലാം നല്ല ടീമായിരിക്കും. അതനുസരിച്ചുള്ള സീരീസ് കളിച്ചില്ലെങ്കിൽ അർജന്റീനയുടെ കാര്യം ഒരു തീരുമാനമാകും. പക്ഷേ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനും അർജന്റീന ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വർഷങ്ങളുണ്ട് അർജന്റീന, അത് മാത്രമല്ല ബാഴ്സലോണയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് മെസ്സി കളിച്ച ടീമിനെ മൊത്തം സപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് മെസ്സിക്ക് തന്നെ ഈ ഒരു വേൾഡ് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കളി കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ഉണ്ട് അർജന്റീനയ്ക്ക്. പിന്നെ വേറെ കുറേ ടീംസിൻ്റെ പറച്ചിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ചെറിയ ടീമിൻ്റെ കൂടെ കളിച്ച് ജയിച്ചെന്ന്. ചെറിയ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പം കേപ്പ വെർദയുടെ കൂടെ കളിച്ച് ചെറിയ ടീം ആണെങ്കിലും അവർ കളിക്കുന്നില്ല. ഈ കേപ്പ വെർദയാണ് സ്പെയിൻ്റെ കൂടെ സമനില പിടിച്ചത്. അപ്പോൾ ആ സ്പെയിൻ്റെ കൂടെ 3 ഗോളിന് കേപ്പ വെർദ. പക്ഷേ അർജന്റീനയിൽ നിന്ന് അങ്ങനെ അല്ലായിരുന്നു പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നടന്ന കളിയായാലും അങ്ങനെ അല്ലായിരുന്നു പ്രതീക്ഷിക്കേണ്ടത്. നല്ല സീരിയസ് ആ ഒരു കളിയിലില്ലായിരുന്നു, എനിക്ക് മനസ്സിലായതാണ്. പിന്നെ അർജന്റീനയെ വിമർശിക്കുന്നവർക്ക് അവരോട് എനിക്ക് ഒന്നും പറയാനില്ല. അവരെ വിമർശിച്ചോട്ടെ. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് കളി ബെറ്ററാക്കാനുണ്ട്, അർജന്റീനയ്ക്ക് ബെറ്ററാക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഫൈനൽ അർജന്റീന ഫൈനൽ എടുത്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ വരുമെന്ന് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.